പണ്ട് നാട്ടുപുറങ്ങളിൽ എൻ്റെ ഉപ്പയും ഉമ്മയുമൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പാതിരാത്രികളിൽ കച്ചവടം കഴിഞ്ഞു വരുന്ന സമ്പത്തുള്ള മനുഷ്യരെയും കച്ചവടക്കാരെയും ഒക്കെ അടക്കം പല കൊള്ളസംഘങ്ങളും ഇരുട്ടിൻ്റെ മറവിൽ കൊള്ള ചെയ്യാറുണ്ട്, പിടിച്ചു പറിക്കാറുണ്ട്, മോഷ്ടിക്കാറുണ്ട് എന്നൊക്കെ. അവരുടെ തലമുറകൾക്ക് പോലും ചില ആളുകളുടെ പേരിനോടൊപ്പം പിടിച്ചുപറിക്കാരൻ, കൊള്ളക്കാരൻ, കള്ളൻ എന്നൊക്കെയുള്ള പേരുകൾ ചേർത്ത് വെച്ചാണ് വിളിക്കാറുള്ളത്. കാലം എത്ര കഴിഞ്ഞിട്ടും അതൊന്നും മായാതെ അവിടെ കിടപ്പുണ്ട്. ഇന്ന് നാം നിൽക്കുന്നത് വർത്തമാനകാല സ്വാതന്ത്ര്യത്തിൻ്റെ, രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ, അതിൻ്റെ അപ്പുറത്തെ തേങ്ങാക്കൊലയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ പട്ടാപ്പകൽ നമ്മുടെ കൺമുന്നിൽ വെനിസ്വേല എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെയും ഭാര്യയെയും ഒരു കൊള്ളസംഘം, സായുധ സംഘം, ഒരു സേന കടന്നു കയറി ആ രാജ്യത്തിനകത്ത് ചെന്ന് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ഒരു തിരക്കഥയ്ക്ക് ഉത്തരം ഉണ്ടാക്കുന്നത് പോലെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി അവരെ മുഴുവൻ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ലോകത്തോട് പറയുകയാണ്, ഞാനൊരു സിനിമയിലെ ഷോ കാണുന്ന ലാഘവത്തോടെയാണ് കണ്ടുകൊണ്ടിരുന്നതെന്ന്. അവനാണ് നോബൽ സമ്മാനത്തിൻ്റെ അവകാശി എന്ന് പ്രഖ്യാപിക്കുന്നവരുണ്ട്. അവൻ കമ്മ്യൂണിസത്തിൽ നിന്നൊരു രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തതാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന കുറച്ച് വിദണ്ഡവാദികളും മനോരോഗികളും അതുപോലെ തന്നെ ചില സവിശേഷമായ ജാതീയവാദമുള്ളവരും സാമൂഹ്യ മാധ്യമത്തിൽ നിറഞ്ഞാടുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോഴും ഇന്ന് ഞാൻ നാളെ നീ എന്ന് സൂചിപ്പിക്കുന്ന ബൈബിൾ വാക്യം പോലെ ലോകത്തിൻ്റെ ഓരോ രാജ്യങ്ങളെയും ഈ കൊള്ളക്കാരൻ പിടിച്ചെടുത്തത് എങ്ങനെയാണെന്നും പിടിച്ചടക്കിയത് എങ്ങനെയാണെന്നും സാമ്രാജ്യത്വ ഭീകരത എന്താണെന്നും ലോകത്തിന് മനസ്സിലാകുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം. എവിടെ സമ്പത്തുണ്ടോ ആ സമ്പത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്ന കാട്ടുനീതിയുടെ വക്താക്കളെയാണ് ലോക സംസ്കാരത്തിൻ്റെ ഔന്നിത്യക്കാർ എന്ന നിലയിൽ നാം വിശേഷിപ്പിക്കുന്നത്. ഇറാഖിനെ ആക്രമിച്ചപ്പോൾ അവിടെ ആറ്റം ബോംബുണ്ടെന്നും പുട്ടുകുറ്റിയിൽ നിന്ന് ആറ്റം ബോംബുണ്ടാക്കുന്ന വാതകം പുറത്തു വന്നു എന്ന് പറഞ്ഞാണ് കൈയടിച്ച് കയറ്റി അവിടുത്തെ സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ച് അവിടെ പാവ സർക്കാരിനെ വെച്ച് അവിടുത്തെ ഇന്ധനം മുഴുവൻ കടത്തിക്കൊണ്ടുപോയി ശക്തിയാർജിച്ചത്. അതേ രീതിയിൽ തന്നെ ലിബിയയിലും അതോടൊപ്പം തന്നെ സിറിയയിലും എല്ലാം ആവർത്തിച്ചു. പിന്നെ ഇറാനിൽ ഇതുവരെ ചൊറിയാൻ അവസരം കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ പുരോഗമനവാദികൾ, പ്രക്ഷോഭകാരികൾ എന്നൊക്കെ പറഞ്ഞ് ചില വാദങ്ങൾ ഉണ്ടാക്കി അവിടെയും ഇടപെടാനുള്ള അവസരമുണ്ടാക്കുകയാണ് ഈ പറയുന്ന സാമ്രാജ്യത്വ ഭീകരർ. അങ്ങനെ ഉണ്ടാക്കി അവിടെയും പിടിച്ചെടുത്ത് അവിടെ വാഴണം എന്നുള്ളതാണ്. വെനിസ്വേലക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്താണ്? അവിടെ നിന്ന് മയക്കുമരുന്ന് വ്യാപകമായി കടത്തുന്നു അമേരിക്കയിലേക്ക്. ലോകത്ത് എവിടെയെങ്കിലും ശ്മശാനത്തിൽ പോയി നിന്ന് ഇത് പറഞ്ഞാൽ ആ കുഴിയിൽ കിടക്കുന്നവർ എഴുന്നേറ്റിരുന്ന് ചിരിച്ചു പോകും. അത്രയും വലിയ വ്യാജ വാർത്തയാണ്, നറേറ്റീവാണ് അതിനുവേണ്ടി സൃഷ്ടിച്ചത്. അങ്ങനെ സ്വന്തം രാജ്യത്തേക്ക് ഇത് കൊണ്ടുവരുന്നെങ്കിൽ അത് തടയാനുള്ള അവസരം സ്വന്തമായി ഉണ്ട് എന്നിരിക്കെ സായുധശേഷി ഒട്ടുമില്ലാത്ത ഒരു രാജ്യത്തിനുമേൽ പകൽ വെളിച്ചത്തിൽ എന്ന പോലെ കടന്നു കയറി അവരെ കൊണ്ടുവന്ന് സ്വന്തം രാജ്യത്ത് വിചാരണ ചെയ്ത് ഇനി ജീവനോടെ തിരിച്ചയക്കാത്ത വിധം തൂക്കിക്കൊല്ലുന്നവന് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വേണമെന്ന് വിഡ്ഢിത്തപൂർവം ആവശ്യപ്പെടുന്ന ലോകവിഡ്ഢിയാന്മാരുടെ കാലത്തിരുന്നു കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ ആരിഫ് ഹുസൈനെ പോലെയും രവിചന്ദ്രനെ പോലെയും ഒക്കെയുള്ള കുറേ ലോകവായി നോക്കികൾ നടന്നു പറയുന്നത് എന്താ? ഈ രാജ്യത്ത്, ഈ ലോകത്ത് യുദ്ധങ്ങളെല്ലാം ഉണ്ടാകുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലാണ്. ഡൗവേ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലല്ല യുദ്ധങ്ങളൊന്നും ഉണ്ടാകുന്നത്, സമ്പത്തിൻ്റെ പേരിലാണ്, അധികാരക്കൊതിയുടെ പേരിലാണ്. ഓരോ രാജ്യങ്ങളെ കീഴടക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നു എന്നേ ഉള്ളൂ. അഫ്ഗാനിസ്ഥാനിലാകുമ്പോൾ അത് ഭീകരപ്രവർത്തനമാവും, ഇറാനിലാകുമ്പോഴും ഭീകരത പറയാം, ഇറാഖിലാവുമ്പോൾ ഭീകരത പറയാം, ആറ്റം ബോംബ് പറയാം, സിറിയയിലും ലിബിയയിലും അതുതന്നെ പറയാം. എന്നാൽ വെനിൻസുലയിലോ ക്യൂബയിലോ മെക്സിക്കോയിലോ ആവുമ്പോൾ അത് പറയാൻ കഴിയില്ല. അതിനു പകരം വേറെ കുറേ ന്യായങ്ങൾ പറയും. അപ്പോഴും നമ്മുടെ നാട്ടിലും കുറേ വായ്നോക്കികൾ അവിടം സ്വതന്ത്രമായി, മോചിതമായി എന്നൊക്കെ പറഞ്ഞ് ആരോ കുറച്ച് രാജ്യവിരുദ്ധ ആഘോഷങ്ങളെ പുറത്ത് കാണിക്കും. എന്ന് മാത്രമല്ല, ഇതൊക്കെ ചെയ്യുമ്പോഴും ചൈനയെപ്പോലെ ആരുടെ പിടുക്കും പിടുങ്ങിയെടുത്ത് സാമ്പത്തികമായി വളരണമെന്നും റഷ്യയെപ്പോലെ ചൂതാട്ടങ്ങളുടെ നായകനായി ഒരു നായകത്വം വഹിക്കുന്നവനടക്കമുള്ളവർ കാഴ്ചക്കാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഒരു കാലത്ത് വലിയ മാർക്കറ്റും സമ്പദ് വ്യവസ്ഥയും ഒന്നുമില്ലാതിരുന്ന കാലത്ത് ചേരിചേരാ നയമാണ് ഞങ്ങളുടെ നയമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് നിലപാട് സ്വീകരിച്ച ഈ രാജ്യം മയക്കത്തിലാണ്, ഉറക്കത്തിലാണ് സുഹൃത്തുക്കളെ. കാരണം ഉറങ്ങാനേ പറ്റൂ. എഴുന്നേറ്റ് നിവർന്നു നിന്ന് ഇതിനെതിരെ സംസാരിക്കാൻ കഴിയാത്തവണ്ണം
സ്വന്തം രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ദുർബലമാക്കി നിൽക്കുമ്പോൾ ലോക സമൂഹത്തിൽ അതിന് അത്രമേൽ അംഗീകാരം കിട്ടണമെന്നില്ല. ഏതായാലും ലോകത്തിന് മുന്നിൽ പകൽ വെളിച്ചത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിന് കാണിച്ചു കൊടുക്കുകയാണ് എന്താണ് സാമ്രാജ്യത്വ ഭീകരതയെന്ന്, ആരാണ് ലോകഭീകരനെന്ന്, ആരാണ് സാമ്രാജ്യത്വ ഭീകരനെന്ന്. ഏതായാലും ഇനി അതാണ് വെനിസ്വേലയുടെ കഥയായി കേൾക്കാൻ പോകുന്നത്.